ഗ്രേസ് കമ്മ്യൂണിറ്റി TV എന്ന വെബ്സൈറ്റിലൂടെയും ടെലിവിഷൻ ചാനലുകളുടെയും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. കൊല്ലത്ത് ചിന്നക്കടയിൽ CSI കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തപ്പെടുന്ന മീറ്റിംഗിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, പത്രോസ് ലീഹ എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള തുടർമാനമായ പഠനങ്ങൾ നമ്മൾ പഠിച്ചു വരികയാണല്ലോ. ആ പഠനങ്ങളിലേക്ക് നമ്മൾ പിന്നെയും വരികയാണ്. പത്രോസ് ലീഹ എഴുതിയ ലേഖനത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ ചിന്തകളിലേക്ക് നമ്മൾ വരികയാണ്. പത്രോസ് ലീഹ എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായത്തിൻ്റെ ചിന്തകളിലേക്ക്. 3-ാമത്തെ അധ്യായത്തെ രണ്ടായിട്ടാണ് തിരിച്ചത് എന്ന് ഞാനിതിനു മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. 1 മുതൽ 10 വരെയുള്ള വാക്യവും 11 മുതൽ 22 വരെയുള്ള വാക്യങ്ങളും രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പ്രധാന വിവരണം നൽകിയിരിക്കുന്നത് കുടുംബജീവിതത്തിലെ ഭാര്യയുടെ റോള്, ഭർത്താവിൻ്റെ റോള്. എന്താണ് ഒരു ഭർത്താവിനെ കൃപയിലേക്ക് കൊണ്ടുവരുന്നത്, എന്താണ് ഒരു ഭാര്യയെ കൃപയിലേക്ക് കൊണ്ടുവരുന്നത്, അതാണ് ഇതിനോടകം സംസാരിച്ച് കഴിഞ്ഞത്. ഇന്ന് നമ്മൾ കേൾക്കുന്നത് ഈ പത്രോസ് ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ ഭാഗമാണ്. ആ 2-ാമത്തെ ഭാഗത്തിലെ ചിന്തകളിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയ 2-3 വാക്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 18-19 വാക്യങ്ങളാണ്. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. യേശുവിന് സംഭവിച്ച കാര്യമാണ് ഈ വാക്യത്തിൽ നമ്മൾ കണ്ടത്. കർത്താവിന് എന്താ സംഭവിച്ചതെന്ന് നോക്കിയാട്ടെ. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്, ദൈവം യേശുവിനെ അയച്ചതിൻ്റെ പിന്നിലെ ഉദ്ദേശം ഇതായിരുന്നു: നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്, ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ഹല്ലേലൂയ. നമ്മെ ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടി യേശു എന്തോ അനുഭവിച്ചു എന്നാണ് ആ വാക്യത്തിൽ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടാട്ടെ. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. അപ്പം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുക എന്നുള്ളതായിരുന്നു യേശു അനുഭവിച്ച കഷ്ടത്തിൻ്റെ പിന്നിലെ ഉദ്ദേശം. വേറൊരു ഉദ്ദേശവും യേശുവിൻ്റെ കഷ്ടത്തിൻ്റെ പിന്നിലില്ലായിരുന്നു. നമ്മെ ദൈവത്തോട് അടുപ്പിക്കുക മാത്രമായിരുന്നു കർത്താവിൻ്റെ പദ്ധതി. ഹല്ലേലൂയ. എന്തിനാണ് യേശു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത്? ഒറ്റ വാക്കിൽ മറുപടി പറയാം: നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്. എന്നോട് ചേർന്നൊന്ന് പറയാമോ? യേശു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് എന്നെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിനാണ്. ഹല്ലേലൂയ. ഇന്ന് എനിക്ക് ദൈവത്തോട് അടുക്കാനുള്ള പ്രാഗൽഭ്യം എന്താണെന്നറിയോ? കഷ്ടമനുഭവിച്ച യേശു എന്ന മധ്യസ്ഥൻ എനിക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് കർത്താവിൻ്റെ അടുക്കിലേക്ക് അടുത്തു വരാനുള്ള ധൈര്യം. ഹല്ലേലൂയ. ആ വാക്യം നിങ്ങളൊന്ന് കണ്ടേ. കഷ്ടമനുഭവിക്കുകയിൽ 16 മുതലുള്ള വാക്യങ്ങൾ വേണമെങ്കിൽ ഒന്ന് വായിച്ചു. 16 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ കൂടുതൽ അത് മനസ്സിലാവും. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നല്ല മനസാക്ഷിയുള്ളവരായിരിപ്പീൻ. അപ്പോൾ ക്രിസ്ത്യാനിക്ക് ഭൂമിയിൽ ഉണ്ടാകുന്ന കഷ്ടവും യേശുവിനുണ്ടായ കഷ്ടവും തമ്മിലുള്ള കമ്പാരിസനാണ് 11 മുതൽ 22 വരെയുള്ള വാക്യത്തിൽ പത്രോസ് ലീഹ നടത്തുന്നത്. യേശുവിനെ പ്രതിയുള്ള കഷ്ടവും ആ കഷ്ടത്തിനകത്തുള്ള ജയവും. ഹല്ലേലൂയ. എന്താണ് യേശുവിനെ പ്രതി നമുക്കുള്ള കഷ്ടം? 16-ാമത്തെ വാക്യം നോക്കി. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന്. നിങ്ങൾ നല്ല നടപ്പ് നടന്നാലും നിങ്ങളെ പഴിച്ചു പറയുന്നവരുണ്ടാകും. ആ പഴിച്ചു പറയുന്നവർ ലജ്ജിക്കേണ്ടതിന്, നിങ്ങളുടെ നല്ല പ്രവൃത്തി, നല്ല മനസാക്ഷി, ലജ്ജിച്ചു പോകേണ്ടതിന് നല്ല മനസാക്ഷിയുള്ളവരായിരിപ്പീൻ. ഇതിൻ്റെ മേളിലുള്ള വാക്യം ഒന്ന് വായിച്ചേ. 14 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. നീതി നിമിത്തം കഷ്ടം കഷ്ടം സഹിക്കേണ്ടി വന്നാലും, നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണത്തിങ്കൽ ഭയപ്പെടുകയും കലങ്ങുകയും അരുത്. അപ്പൊ കർത്താവ് ഇവിടെ പറയുന്നു, നീതി നിമിത്തം ഉപദ്രവം ഉണ്ട്.
ഏത് നീതി നിമിത്തമാണ് ഉപദ്രവം? നീതി സ്വീകരിച്ചവർക്കാണ് ഉപദ്രവമുള്ളത്. യേശു മത്തായി 5 ഇത് തന്നെ പറഞ്ഞു കേട്ടോ. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. നിങ്ങൾ സ്വയനീതിയിൽ ജീവിച്ച് സ്വയനീതിക്കാരുടെ കൂട്ടത്തിൽ ഇരുന്നാൽ യാതൊരു ഉപദ്രവവും നിങ്ങൾക്കുണ്ടാകുകയില്ല. എന്നാൽ സ്വയനീതിയിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി ദൈവനീതിയിൽ നിങ്ങൾ വിശ്വസിച്ച് ദൈവനീതിയാൽ നീതിമാന്മാരാകുക എന്ന പ്രക്രിയയിലൂടെ നിങ്ങൾ കടന്നുപോയാൽ സ്വയനീതിയാൽ നീതിമാന്മാരായവർ നിങ്ങളെ വെറുതെ വിടത്തില്ല. അവർ നിങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങും. അതായി വാക്യത്തിൽ കണ്ടേ, നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ വീക്ഷണത്തിങ്കൽ ഭയപ്പെടുകയും കലങ്ങുകയും അരുത്. എന്നാൽ ക്രിസ്തുവിനെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. ക്രിസ്തുവിനെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിച്ചവർക്ക്, ക്രിസ്തുവിനെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിച്ചവർക്ക് നീതി നിമിത്തമുള്ള കഷ്ടങ്ങൾ, ഉപദ്രവങ്ങൾ അവരെ ഒന്നും ചെയ്യുകയില്ല. അവർക്കറിയാം അതിനകത്തും ആത്യന്തിക ജയം അവർക്കാണ്. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുക്കുക. എന്നിട്ട് പറയുക 16-ാം വാക്യത്തിൽ, നിങ്ങളെ ക്രിസ്തുവിൽ നിങ്ങളുടെ നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, നല്ല മനസാക്ഷിയുള്ളവരായിരിക്കും. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞ്, നല്ല മനസാക്ഷിയുള്ളവരായിരിക്കും. പഴിച്ചു പറയുന്നവർ ലജ്ജിക്കേണ്ടതിന്, പഴിച്ചു പറയുന്നവരോട് തിരിച്ചു പറയാൻ പോകണ്ട. പഴിച്ചു പറയുന്നവർ ലജ്ജിക്കേണ്ടതിന് നല്ല മനസാക്ഷിയുള്ളവരായിരിക്കും. എന്നിട്ടാ താഴേക്ക് പറയുന്നേ, ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കലായി കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ ശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ ചെന്ന് അപ്പോൾ യേശുവിന് എന്താണോ സംഭവിച്ചത് ഇത് തന്നെയാണ് കഷ്ടം അനുഭവിക്കുന്ന നീതി നിമിത്തം, കയ്യിലിരിപ്പ് നിമിത്തമല്ല, നീതി നിമിത്തം കഷ്ടം അനുഭവിക്കുന്നവർക്ക് സംഭവിക്കാൻ പോകുന്നത്. യേശുവിന് എന്ത് സംഭവിച്ചോ അത് തന്നെയാണ്. എന്താണ് യേശുവിന് സംഭവിച്ചത്? നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കലായി കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ തൻ്റെ മരണശിക്ഷ ഏൽക്കുകയും അടുത്ത നോക്കിയേ, ആത്മാവിനാൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. കരങ്ങളെ അടിച്ചുകൊണ്ട് കർത്താവിന് മഹത്വം കൊടുക്കുക. ജഡത്തിൽ കഷ്ടം അനുഭവിച്ച് യേശു ആത്മാവിനാൽ ജീവിപ്പിക്കപ്പെട്ടു. ചേർന്ന് കരമുയർത്തി ഒന്ന് പറഞ്ഞേ, ജഡത്തിൽ കഷ്ടം അനുഭവിച്ച യേശു ആത്മാവിനാൽ ജീവിപ്പിക്കപ്പെട്ടു. ഉറക്കെ പറ, ജഡത്തിൽ കഷ്ടം അനുഭവിച്ച യേശു ആത്മാവിനാൽ ജീവിപ്പിക്കപ്പെട്ടു. ഇത് തന്നെയാണ് നിങ്ങൾക്കും സംഭവിക്കുന്നത്. എന്തിനാ യേശു അങ്ങനെ ചെയ്തത്? നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്. ചോദ്യം ഇതാണ്, യേശു ജഡത്തിൽ കഷ്ടം അനുഭവിച്ച പിന്നെ ദൈവവും നിങ്ങളുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല. നേരത്തെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ കഴിയുകയില്ലായിരുന്നു. ദൈവവും നിങ്ങളുമായിട്ട് അസമാധാനവും അശാന്തിയുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ യേശു ജഡത്തിൽ കഷ്ടം അനുഭവിച്ച പിന്നെ വാസ്തവമായി നിങ്ങൾക്ക് സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഇതറിയാതിരിക്കല്ലേ, ഇതറിയണം കേട്ടോ. എന്താ സംഭവിച്ചതെന്നറിയാമോ? നിങ്ങളെ വാസ്തവമായി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അതാ റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഒന്ന് പറഞ്ഞ് എന്നോട് ചേർന്ന്, വിശ്വാസത്താൽ യേശുവിനെ വിശ്വസിച്ച് നീതിമാനായ ശേഷം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. കരമടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുക്കുക. കർത്താവായ യേശു ഭൂമി വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ഇതായിരുന്നു. ക്രൂശിൽ മരിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ഇതായിരുന്നു. ക്രൂശിൽ ശരീരത്തെ തകർത്ത് കളഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാന ഉദ്ദേശം ഇതായിരുന്നു, നമ്മെ ദൈവത്തോട് അടുപ്പിക്കണം. പിതാവിൻ്റെ സമ്പാദ്യത്തിൻ്റെ അവകാശികളാക്കി, പിതാവിൻ്റെ അവകാശത്തിൻ്റെ അവകാശികളാക്കി, പിതാവിൻ്റെ പൈതൃക സമ്പത്തിൻ്റെ അവകാശികളാക്കി നിങ്ങളെയും എന്നെയും മാറ്റാൻ വേണ്ടിയാണ് യേശു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത്. കരങ്ങളെ അടിച്ചുകൊണ്ട്, ഓ യേശുവേ, അവിടുത്തെ കഷ്ടം എൻ്റെ ലാഭമാണ്, അവിടുത്തെ നഷ്ടം എൻ്റെ ലാഭമാണെന്ന് പറഞ്ഞ് യേശുവിന് ആരാധന കൊടുത്താട്ടെ.
ഹല്ലേലൂയ. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചപ്പോൾ അവിടുന്ന് കണ്ടത് ഹല്ലേലൂയ ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുമെന്ന അവസ്ഥയായിരുന്നു. ഇവിടെ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കേണ്ട, ആ നാമം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അതേ വിശദീകരണം തന്നെയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. വേറൊന്നുമല്ല. ഹല്ലേലൂയ. നീതി നിമിത്തം നിങ്ങൾക്ക് ഉപദ്രവമുണ്ട്, നിങ്ങൾ സ്വയനീതിക്കാരനാണോ? ഒരു പ്രശ്നവും ഇല്ല, പരീക്ഷന്മാരെല്ലാം നിങ്ങളുടെ കൂടെ നിൽക്കും. ഹല്ലേലൂയ. അതേസമയം നിങ്ങൾ പരീക്ഷ വൃന്ദത്തിൽ നിന്ന് മാറി നിന്ന് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ തുടങ്ങിക്കേ, എല്ലാ എണ്ണം നിങ്ങളെ ഉപദ്രവിക്കുക. നിങ്ങൾ പറയാത്തത് പറഞ്ഞെന്ന് പറയുക, നിങ്ങൾ ചെയ്യാത്തത് ചെയ്തെന്ന് പറയുക. പക്ഷേ ഹല്ലേലൂയ, ഹല്ലേലൂയ, നിങ്ങൾ പറയാത്തത് പറഞ്ഞെന്ന് പറയും, നിങ്ങൾ ചെയ്യാത്തത് ചെയ്തെന്ന് പറയും. പക്ഷേ കർത്താവ് നിങ്ങളുടെ കൂടെ കാണും കേട്ടോ. യേശു നിങ്ങളുടെ കൂടെ കാണും കേട്ടോ. യേശു നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളുടെ കൂടെ കാണും കേട്ടോ. യേശു നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല കേട്ടോ. ഒരു നാളും കൈവിടത്തില്ല. കഷ്ടം അനുഭവിക്കുമ്പോൾ തീച്ചൂളയിൽ നാലാമനായി അവിടുന്ന് ഇറങ്ങി വന്ന് കരം പിടിച്ച് നിങ്ങളെ നടത്തുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. കരം അടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. കഷ്ടം അനുഭവിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഉണ്ടാകേണ്ടിയ ചിത്രം എന്താണെന്നറിയോ? എനിക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് തകർന്നു പോകാത്ത യേശു. എനിക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് തകർന്നു പോകാത്ത യേശു. യേശുവിന് സംഭവിച്ചത് എന്താണ്? യേശു കഷ്ടം അനുഭവിച്ചു. അതൊന്ന് വേണേ വായിച്ചോ ബ്രദറെ. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കലായി കഷ്ടം അനുഭവിച്ചു. എന്നിട്ട് ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ എല്ലാവരും പറഞ്ഞു മരണം കൊണ്ട് തീർന്നു, 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 ഇനി എഴുന്നേൽക്കയില്ല, ഇനി എഴുന്നേൽക്കയില്ല, മരണം കൊണ്ട് തീർന്നു, മരണം കൊണ്ട് തീർന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി എഴുന്നേൽക്കയില്ല, മരണം കൊണ്ട് തീർന്നു, മരണം കൊണ്ട് തീർന്നു എന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ യേശു മരണം കൊണ്ട് തീർന്നോ? ഹല്ലേലൂയ. കഷ്ടം അനുഭവിച്ച യേശു എന്തോ ചെയ്തു? വായിച്ച ആ വാക്ക്, ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, ആത്മാവിൽ. ഒന്ന് അധരം തുറന്ന് പറഞ്ഞേ, ആത്മാവിൽ. ഇന്ന് ജീവിതത്തിൽ ഏതെങ്കിലും തടത്തിൽ കഷ്ടനഷ്ട പരിശോധനകളിലൂടെ കടന്നുപോയി നെരിപ്പൊയ്ക പോലെ കത്തുന്ന ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ വ്യക്തമായിട്ട് ഞാൻ പറയാം, ഇല്ല ഇല്ല ഇല്ല, നിങ്ങളെ ഈ പരിശോധന തകർക്കുകയില്ല, ഈ പരീക്ഷ നിങ്ങളെ തകർക്കുകയില്ല. ഇതിനകത്തുനിന്ന് കഷ്ടം അനുഭവിച്ച യേശു ജീവിപ്പിക്കപ്പെട്ട് പുറത്തു വന്നതുപോലെ. ഓ, എത്ര പേര് അത് സ്വീകരിക്കുന്നത് എനിക്കറിയത്തില്ല. കഷ്ടം അനുഭവിച്ച യേശു ജീവിപ്പിക്കപ്പെട്ട് പുറത്തു വന്നതുപോലെ ഈ ആണി കൊണ്ട് നിങ്ങളുടെ ചരിത്രം തീരത്തില്ല കേട്ടോ. ഈ മുൾക്കിരീടം കൊണ്ട് നിങ്ങളുടെ ചരിത്രം തീരത്തില്ല കേട്ടോ. ഈ കാർക്കിച്ച തുപ്പലും കൊണ്ട് നിങ്ങൾ ഈ നാട്ടിൽ തീരാൻ സമ്മതിക്കുകയില്ല കേട്ടോ. വിലാപ്പുറം കുത്തിത്തുളച്ച് ചോര വാർന്നൊഴുകിയ തളർന്ന് തകർന്ന ശരീരവുമായിട്ട് കുരിശിക്കിടക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ഈ നാട്ടിൽ ഇല്ലാതാകാൻ സമ്മതിക്കയില്ല കേട്ടോ. കുത്തിയവൻ്റെ നാട്ടിൽ, കുത്തിയവൻ്റെ മലയിൽ, കുത്തിയവൻ്റെ ഇടയിൽ അവിടെ തന്നെ പുനരുത്ഥാനം നടത്തി നിങ്ങളെ തെളിയിക്കുന്നതാണ് പുനരുത്ഥാനത്തിന്റെ മഹത്വം. അതാ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ പറഞ്ഞ്, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെയും കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരത്തെ ജീവിപ്പിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ മർത്യ ശരീരത്തെ ജീവിപ്പിക്കുക തന്നെ ചെയ്യും. കഷ്ടം അനുഭവിച്ച യേശു കഷ്ടത്തിനകത്തുനിന്ന് ജയാളിയായി പുറത്തു വന്നതുപോലെ കഷ്ടം അനുഭവിക്കുന്ന നിങ്ങളും കഷ്ടം കൊണ്ട് തീരുകയില്ല, അതിനകത്തുനിന്ന് ജയാളികളായി പുറത്തു വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഈ കഷ്ടം നാം അനുഭവിക്കുന്നതിന് മുമ്പേ നമുക്കൊരു വലിയ കാര്യം സംഭവിച്ചു. അതാണ് ആ വാക്യത്തിന്റെ 1-ാം ഭാഗം. അതൊന്നും തൊട്ടോ, ആ 18-ന്റെ 1-ാം ഭാഗം. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടത് തൻ്റെ കഷ്ടത്താൽ നമ്മെ ദൈവത്തോട് അടുപ്പിച്ചു. ഒന്ന് പറഞ്ഞേ, തൻ്റെ കഷ്ടത്താൽ, അവിടുത്തെ കഷ്ടത്താൽ, അവിടുന്ന് ക്രൂശിൽ സഹിച്ച കഷ്ടത്താൽ എന്നെ ദൈവത്തോട് അടുപ്പിച്ചു. ഒന്ന് പറഞ്ഞേ, എന്നെ ദൈവത്തോട്
അടുപ്പിച്ചു. എന്നെ ദൈവത്തോട് അടുപ്പിച്ചത് എൻ്റെ പ്രവൃത്തികളല്ല, ക്രൂശിൽ യേശു സഹിച്ച കഷ്ടമാണ്. ദ ഫിനിഷ്ഡ് വർക്ക് ഓൺ ദ ക്രോസ്. യേശുവിൻ്റെ ക്രൂശിലെ പ്രവൃത്തിയാണ് എന്നെ ദൈവത്തോട് അടുപ്പിച്ചത്. എൻ്റെ ഒരു സൽപ്രവൃത്തിയല്ല. ഞാൻ സൽപ്രവൃത്തി ചെയ്യാൻ തുടങ്ങിയത് ദൈവത്തോട് അടുത്ത പിന്നെയാണ്. ഹല്ലേലൂയ. ഞാൻ സൽപ്രവൃത്തി ചെയ്യാൻ തുടങ്ങിയത് ദൈവത്തോട് അടുത്ത പിന്നെയാണ്. എൻ്റെ ഒരു സൽപ്രവൃത്തി കൊണ്ടും ഞാൻ ദൈവത്തോട് അടുത്തതല്ല, എന്നെ ദൈവത്തോട് അടുപ്പിച്ചതാണ്. അടുത്തതല്ല, ചേർന്ന് പറഞ്ഞു അപ്പോൾ അടുത്തതല്ല, എന്നെ അടുപ്പിച്ചതാണ്. എങ്ങനെ അടുപ്പിച്ചേ? യേശു ക്രൂശിൽ കഷ്ടമനുഭവിച്ച്, വാക്ക്, ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി. നീതി കെട്ടവർക്ക് വേണ്ടി. കണ്ടോ, നീതിമാനായിട്ടും കൂടെ നീതി കെട്ടവർക്ക് വേണ്ടി. ഇവിടെ നീതിമാൻ എന്ന് വിശേഷിപ്പിക്കുന്നത് യേശുവിനെയും, നീതി കെട്ടവൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ എന്നെയുമാണ്. ഹല്ലേലൂയ. നീതി കെട്ടവൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ എന്നെയുമാണ്. ഹല്ലേലൂയ. നീതി ലഭിച്ചിട്ടില്ലാത്തവനായിരുന്നു ഞാൻ, എന്നാൽ യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ആ നീതി വന്ന് നിറഞ്ഞു. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുക്കുക. യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചപ്പോൾ എൻ്റെ ഉള്ളത്തിലേക്ക് ആ നീതി വന്ന് നിറഞ്ഞു. ഹല്ലേലൂയ. ദൈവനീതിയാൽ ഞാൻ നീതിമാനായി. ചേർന്ന് പറഞ്ഞു, ദൈവനീതിയാൽ ഞാൻ നീതിമാനായി. യേശുവേ നന്ദി എന്ന് പറഞ്ഞാട്ടെ. കരമുയർത്തി യേശുവേ നന്ദി എന്ന് പറഞ്ഞാട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, യേശു കഷ്ടം അനുഭവിച്ചിട്ടും നമ്മെ നീതികെട്ടവരായിരുന്ന നമ്മെ നീതിമാന്മാരാക്കിയിട്ടും നിങ്ങൾ ഇന്ന് നീതിമാന്മാരാണോ? ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പറയുന്നത് ഭാവിയാന്നല്ലേ? ഹല്ലേലൂയ. സത്യത്തിൽ യേശുവിൻ്റെ ക്രൂശിലെ രക്തത്തെ വിലയില്ലാതാക്കുകയാണ്. യേശു നീതീകരിച്ചിട്ടും പിന്നെയും ഭാവിയാന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ. ഇന്നൊന്ന് പറഞ്ഞ്, എന്നെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്, എനിക്ക് വേണ്ടി ഒന്ന് ചേർന്ന് പറഞ്ഞ്, എന്നെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി, നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം. എനിക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുക്കുന്നതിന് ഏറ്റവും വലിയ തടസ്സമായി വൻമതിൽ, ചൈനയിലെ വൻമതിലിനേക്കാൾ വലിയ മതിൽ നിന്നിരുന്നു. ആ മതിലിൻ്റെ പേര് പാപമെന്നായിരുന്നു. വായിച്ച വാക്ക് പാപം. വായിച്ചു. നീതിമാനായി, നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ശ്രദ്ധിച്ചു കേട്ടെ, ജഡത്തിൽ കഷ്ടമനുഭവിച്ചു. എന്തിനാണെന്നറിയോ? ജഡത്തിൽ പാപം ബന്ധിച്ചു വെച്ചിരുന്ന നിങ്ങൾ ജഡത്തിൽ സ്വതന്ത്രരാകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് വചനം ഇങ്ങനെ പറയുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി എന്നേക്കും മരണഭീതിയിലായിരുന്ന നമ്മെ വിടുവിക്കുകയും ചെയ്തു. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ക്രിസ്തു കഷ്ടം അനുഭവിച്ച പിന്നെ ദൈവം 100 മൈൽ അപ്പുറത്തും നിങ്ങൾ ഇപ്പുറത്തും അല്ല. ദൈവം നേരത്തെ പറഞ്ഞത് നമുക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റത്തില്ല എന്നായിരുന്നു. ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കത്തില്ല. എന്താ ദൈവമേ, ഞങ്ങളുടെ ഇടയിൽ വസിച്ചാൽ? ദൈവം ശപഥം ചെയ്യുന്നു, ഞാൻ മനുഷ്യരുടെ ഇടയിൽ വസിക്കത്തില്ല. ഞാൻ പെട്ടകത്തിലും ഞാൻ മലയിലും ഞാൻ തടിയിലും ഒക്കെ വസിക്കത്തുള്ളൂ. എനിക്ക് ഇവരുടെ ഇടയിൽ വസിക്കാൻ പറ്റത്തില്ല. കാരണം ഇവരുടെ പാപം പ്രൊജക്റ്റ് ചെയ്ത് പുറത്തേക്ക് തള്ളി നീക്കുക. ഇവരുടെ പാപം പ്രൊജക്റ്റ് ചെയ്ത് പുറത്തേക്ക് തള്ളി നീക്കുക. ഒരു തരത്തിൽ എനിക്ക് ഇവരുടെ ഇടയിൽ വസിക്കാൻ പറ്റുകയില്ല. ഇപ്പോൾ ആ ദൈവം തന്നെ പറയുന്നു, നിങ്ങളെൻ്റെ മന്ദിരവാ, നിങ്ങളെൻ്റെ മന്ദിരവാ, ഞാൻ താമസിക്കുന്ന സ്ഥലമാ നിങ്ങൾ. കരമടിച്ച് ഒന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. വസിക്കത്തില്ല എന്ന് പറഞ്ഞ ദൈവം, ഹല്ലേലൂയ. ആ ദൈവം തന്നെ പറയുന്നു, നിങ്ങളെൻ്റെ മന്ദിരമാ, ഞാൻ നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുന്നു. എങ്ങനെയാ ഈ ക്രിയ നടന്നത്? നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞു, എന്നെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്. ചേർന്നൊന്ന് പറഞ്ഞു, എന്നെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്. ജഡത്തിൽ വന്ന് ജഡത്തിൽ കഷ്ടം അനുഭവിച്ച് എൻ്റെ ജഡത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ പാപത്തെ ആ ശരീരത്തിൽ ഇട്ടു. അതുകൊണ്ടാണ് യോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞത്, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. ഇന്ന് ലോകരാജ്യങ്ങൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അടുക്കിലേക്ക്, പിതാവിൻ്റെ അടുക്കിലേക്ക് അടുത്തു വരാൻ കഴിയുകയില്ല എന്ന ചിന്തയാൽ നിങ്ങളുടെ ഉള്ളം പാപബോധത്താലും കുറ്റബോധത്താലും സ്വയബോധത്താലും നിറഞ്ഞ് നിൽക്കുന്നുവെങ്കിൽ ഈ വചനം കേൾക്കുന്ന സമയത്ത് കർത്താവ്
ശക്തമായിട്ട് പറയുന്നു, ക്രൂശിൽ യേശു മരിച്ച പിന്നെ മാനവജാതിയോടുള്ള മുഴുവൻ പ്രശ്നവും ദൈവമായിട്ടുള്ളത് തീർന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. ഈ ഉറപ്പോടെ ഹല്ലേലൂയ, പുത്രൻ്റെ മരണത്താൽ നിരപ്പ് വന്നു എങ്കിൽ, ഓ ഹല്ലേലൂയ, ഒന്ന് പറഞ്ഞേ, പുത്രൻ്റെ മരണത്താൽ നിരപ്പ് വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ പിതാവിൻ്റെ അടുക്കലാണ്, പിതാവ് വസിക്കുന്ന സ്ഥലം നിങ്ങളാണ്. ഈ അറിവിൽ നിന്നോണ്ടാ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നേ. എങ്ങനെയാണെന്നറിയോ? പിതാവിൽ നിന്നുള്ളത് മുഴുവൻ അനുഭവിക്കുന്ന മകനാ ഞാൻ. എന്നോട് ചേർത്തൊന്ന് പറഞ്ഞു, പിതാവിൽ നിന്നുള്ളത് മുഴുവൻ അനുഭവിക്കുന്ന മകനാ ഞാനത് അനുഭവിക്കുക തന്നെ ചെയ്യും. കാരണം ഞാൻ അനാഥനല്ല, ഓ ഞാൻ അവകാശിയാണ്. എന്നെ അവകാശിയാക്കി മാറ്റിയതാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്നെ അവകാശിയാക്കി മാറ്റിയതാണ്. എങ്ങനെയാ ഞാൻ അവകാശിയായത്? ക്രൂശിൽ യേശു മരിച്ച് തൻ്റെ രക്തത്താൽ ദൂരത്ത് കിടന്ന് എന്നെ വലിച്ചടുപ്പിച്ച് ഹല്ലേലൂയ, നരകത്തിൻ്റെ വിറകുള്ളിയായി യാചനാ സ്ഥലത്തേക്ക് നോട്ടവിട്ട് പോകേണ്ടിയ വ്യക്തിയായിരുന്ന എന്നെ, ഓ ഹല്ലേലൂയ, പിതാവിൻ്റെ അടുക്കലേക്ക് വലിച്ചടുപ്പിച്ച് നമ്മെ അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി ഒരിക്കലായി യേശു മരണമാസ്വദിച്ചു. എന്ന് ആ മരണം ആസ്വദിച്ചോ അന്ന് നിങ്ങളും പിതാവുമായിട്ടുള്ള ആക്സസ്, ബന്ധം വന്നിരിക്കുന്നു. എന്നാൽ ഇന്ന് സംഭവിക്കേണ്ടത് എന്നാണെന്നറിയോ? പിതാവുമായിട്ട് ഈ അടുപ്പം വന്നു എന്ന തിരിച്ചറിവാണ്. അടുത്തിരിക്കുന്ന ഒരാൾക്ക് കരം കൊടുത്ത് പറ, ഇന്ന് വരേണ്ടിയത് തിരിച്ചറിവാണ്. ഇന്ന് തിരിച്ചറിവാ ചെയ്യണ്ടേ. എനിക്ക് പിതാവിൻ്റെ അടുക്കലേക്കുള്ള എൻട്രി കിട്ടിയിരിക്കുന്നു. ആരൊക്കെയോ ഇന്ന് പിതാവിൻ്റെ അടുക്കൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ സ്വീകരിക്കാനായിട്ട് ഇന്നിവിടെ വന്നിരിക്കുന്നു. ആ പ്രോഡിഗൽ സൺ, മുടിയാൻ പുത്രൻ തിരിച്ചു വന്നപ്പോൾ അവൻ പിതാവിൻ്റെ സന്തോഷത്തിലേക്ക് വന്നതുപോലെ ആരൊക്കെയോ ഇന്ന് പിതാവിൻ്റെ സന്തോഷത്തിലേക്ക്, ഓ ഹല്ലേലൂയ, സ്വീകരിച്ചിട്ട് പല പല ദാനങ്ങളെ അവർക്ക് കൊടുക്കുന്ന ക്രിയ ഇപ്പം നടന്നു തുടങ്ങിക്കഴിഞ്ഞു. ചിലർക്ക് ഈ കേൾവിയിൽ അത് രോഗസൗഖ്യമാ, ചിലർക്ക് പ്രമോഷനാ, ചില കുടുംബങ്ങളിൽ സമാധാനമാ, ചിലർക്ക് സാമ്പത്തിക വിടുതലാ, ചിലപ്പോൾ കുടുംബജീവിതത്തിൽ സമാധാനമാ, ചിലർക്ക് വസ്തുവിഷയത്തിൽ സ്വാതന്ത്ര്യമാ, ചിലർക്ക് ശാപങ്ങൾ പൊട്ടുകയാ, ചിലർക്ക് പൈശാചിക ഉപദ്രവത്തിൽ നിന്നുള്ള വിടുതലുകളാ. എന്താ കാര്യമെന്നറിയാമോ? തൻ്റെ മരണത്താൽ നമ്മെ ദൈവത്തോട് അടുപ്പിച്ചിരിക്കുന്നു. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞു, പുത്രൻ്റെ മരണത്താൽ എന്നെ ദൈവത്തോട് അടുപ്പിച്ചിരിക്കുന്നു. ചേർന്ന് പറഞ്ഞു, പുത്രന്റെ മരണത്താൽ എന്നെ ദൈവത്തോട് അടുപ്പിച്ചിരിക്കുന്നു. അടുപ്പം വന്നിരിക്കുന്നു. അടുക്ക വന്നിരിക്കുന്ന ആൾ എന്തൊക്കെ എടുക്കണമെന്ന് വന്നിരിക്കുന്നവരാ തീരുമാനിക്കുന്നത്. അതിനുള്ള സമയങ്ങളാ ഇന്ന് ഈ പ്രാർത്ഥനയിൽ എന്തൊക്കെയോ നടക്കും. അതെല്ലാം 2015 വർഷം മുമ്പ് നടന്നു കഴിഞ്ഞതാ. ഓ, തിരിച്ചറിയുമ്പോൾ ഇത് നിങ്ങളിൽ വെളിപ്പെടാൻ പോകുക. ഇതിനകത്ത് ഒരു രോഗസൗഖ്യം ആഗ്രഹിക്കുന്നവര് എത്ര പേരുണ്ട്? അവർ മാത്രം ഒന്ന് എഴുന്നേറ്റ്. മതി 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 മതി. അയ്യോ, അത് മെഡിക്കൽ വാർഡല്ല, മതി. ഹല്ലേലൂയ. ഒരു രോഗസൗഖ്യം ആഗ്രഹിക്കുന്ന അത്രയും പേരും ഈ സമയത്ത് ഇങ്ങനെ പറയുക, എൻ്റെ രോഗം പറയുക, എൻ്റെ രോഗം യേശുവിൻ്റെ ശരീരത്തിൽ യേശു വഹിച്ചതിനാൽ ഞാൻ രോഗിയാവുകയില്ല. പറഞ്ഞു, എൻ്റെ രോഗം യേശുവിൻ്റെ ശരീരത്തിൽ യേശു വഹിച്ചതിനാൽ ഞാൻ രോഗിയാവുകയില്ല. നിങ്ങളുടെ രോഗങ്ങളുടെ മേൽ നിങ്ങളുടെ കൈ വെച്ചിട്ടങ്ങ് വിളിച്ചു പറഞ്ഞേ, എവിടെയാ പ്രയാസം? എന്നാ പറ്റി? മാനസിക രോഗമാ, ഇങ്ങോട്ട് വാ. ഓ, എത്ര നാളായി മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നു? 10 വർഷം. എന്തൊക്കെയാ ആ മാനസിക രോഗത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നത്? ക്ഷീണം, പിച്ചുമ്പയും പറയുമോ? എഴുന്നേറ്റ് ഓടുവോ? ഇരുട്ട് ഇഷ്ടമാണോ? ഒറ്റയ്ക്കിരിക്കുവോ? പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുമോ? ആരാ ഇതിനെ കൊണ്ടുവന്നേ? അമ്മയുടെ മോളാണോ ഇത്? എന്റെ മോളാണ്. എന്താ ഇവരുടെ പ്രശ്നം? എത്ര വർഷമായി ഇങ്ങനെയായിട്ട്?
10 വർഷമാകും. ഈ മിനിറ്റിൽ യേശു ഈ മകളെ വിടുവിക്കുകയാണ്. ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ, പിണങ്ങോ? പിണങ്ങിയാലും കുഴപ്പമില്ല, നിങ്ങൾ രക്ഷപ്പെട്ടാൽ മതി. എന്താ അറിയോ, ഒരു മാനസിക രോഗിയുടെ പരിഗണന, എനിക്ക് വയ്യ, ഞാനൊരു രോഗിയാണെന്നുള്ളൊരു പരിഗണനയുടെ സുഖത്തിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ഞാൻ പറയുന്നത് എങ്ങനെയാണ് മനസ്സിലാകുന്നേ? എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല, എനിക്ക് വയ്യ, അങ്ങനെ അതിൻ്റെ ഒരു പരിഗണനയിലാണ് ഇവിടെ നിൽക്കുന്നേ. പക്ഷെ ഇന്ന് കർത്താവ് ആ പരിഗണന അങ്ങ് പൊളിക്കുക. രോഗിക്കല്ലേ പരിഗണന വേണ്ടേ? രോഗമില്ലാത്ത ആൾക്ക് പരിഗണന വേണോ? വേണ്ട. എൻ്റെ കുടുംബജീവിതം പാതി വഴിക്ക് തകർന്നു പോയി എന്ന് യേശു എനിക്ക് വെളിപ്പെടുത്തുന്നു. നിന്റെ കുടുംബജീവിതം പാതി വഴിക്ക് തകർന്നു പോയി എന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തുന്നു. ഒരു ബന്ധം പിരിയൽ, ഡിവോഴ്സ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു. അതോട് ബന്ധപ്പെട്ടാണ് നീ ഇത്രയും ഡിപ്രസ്ഡ് ആയത്. പക്ഷെ കർത്താവ് നിന്റെ ചരിത്രത്തെ മാറ്റാൻ പോവുകയാണ്. യേശു നിന്റെ ചരിത്രത്തെ മാറ്റാൻ പോവുകയാണ്. ശരിയാണോ പറയുന്നത്? നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? തിരുവനന്തപുരത്തിന് കഴക്കൂട്ടത്ത് നിന്ന് വരിക. ആദ്യമായിട്ടാണോ നമ്മളുടെ മീറ്റിംഗ് വരുന്നത്? ആദ്യമായിട്ടാണ് വരുന്നത്. ആദ്യമായിട്ടാണ് വരണേ. പറഞ്ഞത് ശരിയാണോ? ശരിയാണ്. ഇവരുടെ ഡിവോഴ്സ് കഴിഞ്ഞതാണോ? ഓ കർത്താവേ, ശക്തി നിങ്ങളുടെ മേലെ ഇറങ്ങാൻ പോവുക മകളെ. പിശാചെല്ലാം നിന്നെ വിട്ട് ഇറങ്ങിപ്പോവുക. ഓഫ് 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 മാറിയുന്നോ അമ്മ? ആ ചുറ്റുപാടിൽ നിന്ന് മാറിയുന്നോ? കൈയൊക്കെ എടുത്ത് ഇപ്പൊ തെറിക്കാൻ തുടങ്ങും. ആ കസേരയായിട്ട് ഇയാളങ്ങ് മാറിക്കോ. ഇങ്ങോട്ട് പോരെ. ഇടോ കസേര എടുത്തോണ്ട് ഇങ്ങോട്ട് പോരെ. അവിടെ കിടന്നോട്ടെ, അഴിയട്ടെ. അത് ശരീരത്തിൽ നിന്ന് അത് അഴിഞ്ഞു പോകട്ടെ, ഇളകി പുറത്തു വരട്ടെ. കാൽവരി ക്രൂശില് കഷ്ടാനുഭവത്താൽ പുറത്തു വാ. പുറത്തു വാ. കണ്ടോ, ഈ ശരീരത്തിൽ നിന്ന് അത് ഇളകാൻ പോവുകയാണ്. പുറത്തു വാ. ഈ ശരീരത്തിൽ നിനക്കിനി അനുവാദമില്ല. കാൽവരി ഇളകുന്നു, അഴിയുന്നു, കെട്ടുകൾ പൊട്ടുന്നു, മാനസിക വിഭ്രാന്തികൾ ഈ ശരീരത്തിൽ നിന്ന് ഇളകുന്നു. ഇറങ്ങിപ്പോ. ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിന്റെ മഹത്വം ഈ മകളെ വിടുവിക്കാൻ മതിയായതാകയാൽ ആ തടവറയിൽ നിന്ന് ഞാൻ അവളെ സ്വതന്ത്രമാക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന്റെ മഹത്വം. ഇനി ആ മാനസിക രോഗിയുടെ പരിഗണന വേണ്ട കേട്ടോ. യേശു നിന്നെ പുതിയതാക്കിയിരിക്കുന്നു. യേശു ആ മകളെ തൊട്ടിരിക്കുന്നു. ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന ഓരോ മക്കളും വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ വിഷയങ്ങളെ വിളിച്ചു പറഞ്ഞു. എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നേ? സ്തംഭിച്ചു പോയതാ? എങ്ങനെയാ സ്തംഭിച്ചേ? അടി കിട്ടിയതാ. ആരടിച്ചു? ഭർത്താവ് അടിച്ച. ഏത് സൈഡാ പോയി? ഈ സൈഡാ. വരിക. ഏത് സൈഡാ? ഈ സൈഡാണോ?
തടി കിട്ടിയതേ 3 മടൽ ഓല ഇരിഞ്ഞ ചൂലിൻ്റെ തലപ്പിന് പിടിച്ചുകൊണ്ട് ചെവിട് വെച്ച് അടിച്ചു കഴിഞ്ഞ് ഇളയ മോനെ പ്രസവിച്ച് ഓപ്പറേഷൻ ചെയ്ത് 5 മാസമേ ആയിട്ടുള്ളായിരുന്നു. അപ്പോൾ കുഞ്ഞ് കിടന്നിടത്തു നിന്ന് അങ്ങോട്ട് എഴഞ്ഞ് കൈ തെറ്റിപ്പോയെന്നും പറഞ്ഞു കിടന്ന് എൻ്റെ ഓടി വന്ന് നെഞ്ചത്തൊരു ചവിട്ട്, എന്നിട്ട് ചൂലെടുത്ത് ഇഴിച്ച് എന്നെ ഒരു 10-15 അടി അങ്ങ് അടിച്ച്. പിന്നെ ഞാൻ കിടന്നപ്പോൾ എൻ്റെ നെറ്റിക്ക് വന്നൊരു ചവിട്ട്, പിന്നെ അവിടെ ഇഴിച്ചിരുന്നപ്പോൾ പിന്നെ എന്നെ ആ ചൂലെടുത്ത് ഒത്തിരി അടിച്ച്. ഇപ്പോൾ 25 വർഷമായി. 1 വർഷം കഴിഞ്ഞപ്പോൾ തൊട്ടേ എനിക്ക് വിരൽ വേദന. ഇതിങ്ങനെ ഈ തളർച്ചയായിട്ട് എത്ര നാളായി? ഓ കർത്താവേ, ഒന്ന് വിളിച്ചോ, ഒന്ന് വിളിച്ചോ, ഒന്ന് വിളിച്ചോ, യേശുവേ എന്ന് വിളിച്ചോ, 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 വിളിച്ചോ. യേശു ഒന്നും പറയണ്ട, ഇനി യേശുവേ എന്ന് വിളിച്ചോ. ഇപ്പൊ ഇത് അഴിഞ്ഞു പോകും. ഇപ്പൊ ഈ കൈക്ക് ബലം വരും. ശക്തി ഇറങ്ങിക്കൊണ്ടിരിക്കുക, ശക്തി അടിച്ചുകൊണ്ടിരിക്കുന്നു. ഓ, ഈ മകളെ യേശു വിടുവിക്കുന്നു. ഇവളുടെ വീട്ടിലെ സകല അസമാധാനവും അഴിഞ്ഞു പോകുന്നു. ഇതാ പോണു. ഉയരട്ടെ, കൈ ഉയരട്ടെ, ഉയരട്ടെ, ഉയരട്ടെ. പറ്റും, പറ്റും, ചേച്ചിക്ക് പറ്റും. ഉയർത്തിക്കോ, പറ്റും. ഇൻ ജീസസ് നെയിം. കരങ്ങളെ അടിച്ചുകൊണ്ട് ഉയർത്തിക്കോ, ഉയർത്തിക്കോ, ഉയർത്തിക്കോ. എത്ര വർഷം? 25 വർഷം. 25 വർഷം. ഉയർത്തിക്കേ. ഒരു പ്രയാസവും ഇല്ല. ഇല്ല, ഇല്ല. 25 വർഷം. ഇതാ ഞാൻ പറഞ്ഞേ, നിങ്ങൾക്ക് പിതാവിൻ്റെ അടുക്കിലേക്ക് ക്ഷണം കിട്ടിയിരിക്കുക. നിങ്ങൾക്ക് പിതാവിൻ്റെ അടുക്കിലേക്ക് ക്ഷണം കിട്ടിയിരിക്കുക. എന്തൊക്കെ എടുക്കണം, എന്തൊക്കെ വാങ്ങണം, എന്തൊക്കെ കൊടുക്കണമെന്ന് നിങ്ങളാ തീരുമാനിക്കുന്നത്. ഒന്നിനും അതിനെ തടയാൻ പറ്റുകയില്ല. വേഗം അങ്ങ് എഴുന്നേറ്റോ. ആട്ടിക്കോ, ആട്ടിക്കോ, അനക്കിക്കോ, അനക്കിക്കോ. ആട്ടുക എന്ന് പറയോ ഇവിടെ? കറക്കുക. ആട്ടിക്കോ, ഉയർത്തിക്കോ, ഉയർത്തിക്കോ, കറക്കിക്കോ, കറക്കിക്കോ, കറക്കിക്കോ. അങ്ങനെ കറക്കിക്കോ, ഫുള്ള് കറക്കിക്കോ. ഇങ്ങനെ കറക്കിക്കോ, ഇങ്ങനെ കറക്കി. എത്ര വർഷം? 25 വർഷമായി. ഇപ്പൊ എനിക്ക് കരങ്ങളെ അടിച്ചുകൊണ്ട് 25 വർഷം. പൊക്കോ. യേശുവേ നന്ദി. ഹല്ലേലൂയ. നിൽക്കുന്നവരങ്ങ് എഴുന്നേറ്റൊന്നും പറഞ്ഞോ. യേശുവേ, 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 യേശുവേ എന്ന് വിളിക്കേ. യേശുവേ, യേശുവേ. ചേച്ചി വിളിക്കേ, യേശുവേ. മോളെ വിളിക്കേ, യേശുവേ, 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 യേശുവേ. സർവവല്ലഭൻ യേശുവേ, യേശുവേ, യേശുവേ. സർവവല്ലഭൻ യേശു നിന്നെ തൊടുന്നു മോളെ. എന്നെ പറ്റി നിനക്ക്? വാ. ആ ചേച്ചി യേശു തൊടുന്നു. ആ പൊട്ട് എടുത്ത് ചേച്ചി യേശു തൊടുന്നു. വാ ചേച്ചി, എന്നെ പറ്റി? ശരീരത്തിൽ ബ്ലഡ് ഇല്ല. മുമ്പേ ബ്രദറിനെ വിളിച്ചു. ഹോസ്പിറ്റലിൽ? ഏത് ഹോസ്പിറ്റലിലാ? കാഞ്ഞിരകോട്ട് പോയപ്പോ എനിക്ക് കാഞ്ഞിരകോട്ട് പോയപ്പോ ഡിസ്ട്രിക്റ്റിലേക്ക് എഴുതി. കർത്താവ് നിന്നെ തൊടുക മോളെ. ഇങ്ങോട്ട് മാറിയുന്നു. ഒരു വിളി അങ്ങ് വിളിച്ചോ. സ്തുതി അങ്ങേക്ക്, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയാക. ബാധ ഒഴിഞ്ഞ്, ബാധ ഒഴിഞ്ഞ്
ഇവിടെ ഇരുന്നോ? ബാധയാ അത്, ബാധ ബാധ ബാധ. ഇപ്പൊ ഇളകുവാ ശരീരത്തിൽ നിന്ന്, കണ്ടോണം. ചേച്ചി എന്നാ പറ്റി ചേച്ചി? എന്നാ പറ്റി ചേച്ചി? ഇയർ ബാലൻസ് നഷ്ടപ്പെടുക. ഇയർ ബാലൻസ് നഷ്ടപ്പെടുക. ഈ വലത്തെ സൈഡ്. യേശുവേ ഒന്ന് വിളിച്ചോ, യേശുവേ ഒന്ന് വിളിച്ചോ, യേശുവേ എന്ന് വിളിച്ചോ. ചേച്ചി ആ രണ്ട് കൈ ഉയർത്തി പിടിച്ചോ. ഒറ്റ വിളി ഉള്ളിൽ നിന്ന് അങ്ങ് വിളിച്ചോ. കർത്താവിനെ ഒന്ന് വിളിച്ചോ. ഈ തലയിലോട്ട് ആ കൈ അങ്ങ് വെച്ചോ. എന്നിട്ട് യേശുവേ എന്ന് അങ്ങ് വിളിച്ചോ, വിളിച്ചോ. ഈ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. മകളെ രക്ഷപ്പെട്ടു കേട്ടോ. ആ പിശാച് ഇറങ്ങിപ്പോയി കേട്ടോ. മിടുക്കിയായിട്ട് ജീവിച്ചോ കേട്ടോ. യേശു നിന്നെ തൊട്ടിരിക്കുന്നു കേട്ടോ. സന്തോഷം. ഈ മകളുടെ ഇയർ ബാലൻസ് നഷ്ടപ്പെടുക. പിതാവിനോട് അടുപ്പിച്ചതാ. നിന്ന് അടുപ്പിക്കണം. ഇന്ന് പിതാവിനോടൊന്ന് അടുപ്പിക്കണം. ഇന്ന് ഈ മകള് പിതാവിനോട് അടുക്കുമ്പോൾ തന്നെ ആ സൗഖ്യം നടന്നുകൊണ്ടിരിക്കും. അടേ അടേ ഈ ഒരു വശത്തുനിന്ന് ബലഹീനത അടിയുന്നു. ഇറങ്ങിപ്പോ. അടേ വിടുവാതെ വിട്ടുപോവാതെ ഇറങ്ങിപ്പോ. പിതാവിനോട് അടുത്ത പ്രിയ മകളായത്. പിതാവിനോട് അടുത്ത പ്രിയം. അവരുടെ തല മുതൽ പാദം വരെ ഒരു വശം മുഴുവൻ. ആ വശം രവി ആരാന്ന് കേക്ക്. രവി ആരാന്ന് കേക്ക്. രവി രവി ആരാ? ഭർത്താവാ? അയാളും സൗഖ്യമാകുമെന്ന് പറഞ്ഞേരെ. ആണ്ടേ ആണ്ടേ ആ കുടുംബത്തിൽ ആ ബാധ ആ കുടുംബത്തിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു പോവുക. ആ ബാധ ആ കുടുംബത്തിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു പോവുക. ആണ്ടേ രവിയും കൂടെ സൗഖ്യമാവുക. ചേച്ചി കർത്താവിന്റെ മഹത്വം നിങ്ങളുടെ മേലെ അടിക്കുക കേട്ടോ. I am rich because of what the Lord has done. Give that and now let the weak say I am strong. Let the poor say I am rich because of what the Lord has done for us. Great ബലഹീനനിമേൽ പറയട്ടെ ഞാൻ ബലവാനായി മാറിയേ. ദരിദ്രനിമേൽ പറയട്ടെ സമ്പന്നനായി തീർന്നു. എന്തെന്നാൽ യേശു എല്ലാം ചെയ്തല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ചേച്ചി എന്നാ പേര്? മഞ്ജു. ഓക്കോ രവിചേട്ടനുമായിട്ട് വരണം കേട്ടോ. കേട്ടോ ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ നാളെ വൈകിട്ടോ നാളെ കഴിഞ്ഞ് രാവിലെയോ നാളെ കഴിഞ്ഞ് വൈകിട്ടോ സമയം പോലെ ഇങ്ങോട്ട് പോരാട്ടോ.
യേശുവേ നന്ദി. വിളിച്ചോ, അവിടുത്തെ നാമത്തെ വിളിച്ചു. നിങ്ങളെ യേശു തൊടുന്നു കേട്ടോ, നിങ്ങളെ യേശു തൊടുന്നു. വിളിച്ചോ. കണ്ണാടിക്കാരി പറ, എന്നാ പറ്റി? എന്നാ പറ്റി? സ്കിൻ പ്രോബ്ലമാണ്, എക്സിമോയാണോ? ഓ, സൗഖ്യമായിക്കോ. ഞങ്ങൾ ഇന്നലെ ചാത്തങ്കേരി എന്ന് പറയുന്ന സ്ഥലത്ത്, ചാത്താങ്കേറി എന്ന് പറയുന്ന സ്ഥലത്ത്, സാത്താങ്കേറി എന്ന് പറയുന്ന സ്ഥലത്ത് മീറ്റിങ്ങിലായിരുന്നേ. 3 ദിവസം നമ്മൾ സാത്താങ്കേറി, ചാത്തങ്കിരി എന്ന് പറയുന്ന സ്ഥലത്ത് മീറ്റിംഗ് ആയിരുന്നേ. അപ്പോൾ ഇന്നലെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഒത്തിരി ലേറ്റായിട്ടാണ് വന്നേ. അപ്പോൾ ഇന്നലെ 2-3 മണിക്കൂർ പോലും ഞങ്ങളാരും ഇങ്ങനെ ഉറങ്ങിയിട്ട് പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. പക്ഷേ ഈ ദിവസങ്ങൾ കണ്ടല്ലോ, നിങ്ങളുടെ കൂട്ടുകാരെല്ലാം വിളിച്ചു പറഞ്ഞോ കേട്ടോ. കൂട്ടുകാരില്ലേ മറ്റേ ശാന്ത ചേച്ചി, അവരെല്ലാം വിളിച്ചു. ശാന്ത ആരാ? അടിപ്പിണരാലുള്ള ദിവ്യമഹത്വം ചേച്ചിയുടെ മേ വ്യാപരിക്കുക കേട്ടോ. ഞാൻ ബലവാനായി മാറിയേ, ഈ മകളുടെ ശരീരം മുഴുവൻ ഈ തലയിലൂടെ ഞാൻ തൊടാൻ പോകാം. ശക്തി ഇറങ്ങട്ടെ. ശക്തി ഇറങ്ങട്ടെ. അഭിഷേകം ഈ മകളെ സൗഖ്യമാക്കട്ടെ. ആമേൻ. 6 ദിവസം എടുക്കും കേട്ടോ, 6 ദിവസം എടുക്കും. പുതിയ സ്കിന്ന് വരും, ഫുൾ ബോഡി മാറും, മുഴുവൻ ശരീരം മാറും, പുതിയ സ്കിന്ന് വരും. കാരണം കർത്താവിൻ്റെ മഹത്വം നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നു. അണ്ട് ആ കണ്ണാടി വെച്ച് നിൽക്കുന്ന ആ മോളെ യേശു തൊടുന്നു. ആലോചി, സൗഖ്യമാ. പൂനായിന്ന് ടിവിയിലെ പ്രോഗ്രാം ഉണ്ട്. പൂനായിന്ന് പൂനായിൽ നിന്ന്. പൂനായിൽ എന്നാ ഉണ്ട് വിശേഷം? ചൂടാ, ഭയങ്കര ചൂടാ പൂനാലില്. ഇവിടെ തന്നെ ഇപ്പൊ എന്നാ ചൂടാ അല്ലേ? ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും ഒരു AC ഹോള് പണിയണം. ഉണ്ട് ചിരിക്കുന്നു, വലിയ ജോലിക്കാരൻ്റെ അപ്പനായിരിക്കുന്നത്. സാറുമാരൊക്കെ ആണ്ടിരിക്കുന്നു, ഒരു AC ഹോള് പണിയണമെങ്കിൽ എന്താ സാറേ വലിയ വിഷയമല്ലാണോ? ഇതേ ഇരിക്കുന്നു വലിയ സാറ്. ഇതേ ശൈല ചേച്ചി ഇരിക്കുന്നു. ഇനിയിപ്പോൾ വേറെ വല്ലവരും പറയണോ ഒരു AC ഹോള് പണിയണേ? കർത്താവ് സൗഖ്യമാക്കി. 7 ദിവസം കൊണ്ട് പാമ്പിന്റെ പടം പൊഴിഞ്ഞ് മാറുന്ന പോലെ ഇവരുടെ ശരീരം മുഴുവൻ മാറും. എന്നാ പറ്റും മോളെ? എന്തോ അലോചിയ ബ്ലഡില്ല. ഓ, കർത്താവ് നിന്നെ തൊടുന്നു മോനെ. യേശുനാഥാ, ആ ബാധ ഈ മകളുടെ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോട്ടെ. ഓ, അത് വിട്ടുപോവാ കേട്ടോ, അത് വിട്ടുപോവാ കേട്ടോ. സൗഖ്യമാവ്. ഓ, സൗഖ്യമാക, 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 സൗഖ്യമാക. ചുറ്റി അഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ കെട്ടുകൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നു.
പീഡിതരെ വിടുവിക്കാൻ വന്ന യേശു, കെട്ടുകളെ അഴിക്കാൻ വന്ന യേശു, പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കാൻ വന്ന യേശു ദാ 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 പോവാണേ. ആ പിശാച് വീണ് പോവാ. ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്. ഓഫ്, കർത്താവിന്റെ ശക്തി അടിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ ശക്തി അടിച്ചുകൊണ്ടിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റവന്റെ മഹത്വം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഇളകി അഴിഞ്ഞു മാറട്ടെ, ഇളകി അഴിഞ്ഞു മാറട്ടെ. സ്വസ്ഥത ഉണ്ടാവട്ടെ യേശുവിന്റെ നാമത്തിൽ. ഒരു കസര ഇരുത്തിക്കവരെ. നമ്മൾ ഒരുമിച്ച് ജനലക്ഷങ്ങൾ വിടുതൽ പ്രാപിച്ച ഒരു പ്രഖ്യാപനമുണ്ട്. നമ്മൾ ഒരുമിച്ച് ഒന്ന് നടത്താൻ വേണ്ടി പോവാണ്. ആ പ്രഖ്യാപന പുസ്തകം ഉണ്ടോ ബോം ബ്രദറെ? ചേച്ചി സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. അത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മേൽ നിന്ന് ഒരു വലിയ ദൈവശക്തി അടിക്കുന്നു. അവരുടെ നെഞ്ചിനകത്ത് എന്തോ ഒരു വലിയ ക്രിയ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. ആണ്ടേ ആണ്ടേ ആണ്ട പൊട്ടി വീഴുന്നു. എന്നെ പിടിച്ചോ, ഓഫ്, പിടിച്ചോ, ഓഫ്. ഭയങ്കര സൗഖ്യ. ബ്ലോക്കുകളെ കർത്താവ് തുറന്നു വിടുക. ഒരു വലിയ ഭാരം ചുമന്നോണ്ടാ മകള്, പക്ഷെ യേശു അതിനെ അഴിച്ചു കളഞ്ഞിരിക്കുക. കരമടിച്ചെന്ന് യേശുവിന് മഹത്വം കൊടുത്തു.